എൻ്റെ ഏതെങ്കിലും ഒരു വാർത്തയിൽ ഈ രാജ്യത്തെ ഹിന്ദുവിനെതിരെ ഒരു വാക്ക് കാണിച്ചാൽ ഞാൻ ഇന്ന് ഈ നിമിഷം എൻ്റെ മാധ്യമ പ്രവർത്തനം നിർത്തും, അല്ലെങ്കിൽ എൻ്റെ പബ്ലിക്കല്ല ഞാൻ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകും. നേരെ കുറച്ച് RSSനെതിരെ ഉണ്ടാവും, നേരെ മറിച്ചിട്ട് ക്രിസ്തീയ തീവ്ര ഗ്രൂപ്പായിട്ടുള്ള കാസക്കെതിരെ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും, കുറയില്ല. വെൽക്കം ടു വണ്ണം ഷോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കല്യാണമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പറയുക, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഫ്രീ എന്നില്ലെങ്കിൽ എപ്പോഴും ഫ്രീ ആണ്. കല്യാണം കഴിച്ചു എന്നതുകൊണ്ട് ഫ്രീ ഇല്ലാതാവുന്നില്ല. അതുമാത്രമല്ല, പിന്നെ കല്യാണം കഴിച്ചതിൻ്റെ പേരിലൊരു വേറൊരു ലൈഫൊന്നും ഇല്ല. ഹണിമൂണൊക്കെ കഴിഞ്ഞു? ഹണിമൂൺ കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ട്രിപ്പൊക്കെ ഒന്ന് മണാലിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു, ഇനി പോകാനുള്ളതാണ്. എനിക്ക് തോന്നുന്നു കാസർഗോഡ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച ഒരു കല്യാണമായിരുന്നു കാദർ കരിപ്പൊടിയുടേത്. അതങ്ങനെ പറയാനുള്ള കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ അതിന് വേണ്ടിയിട്ടൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ പബ്ലിക് കേരളയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പറയുന്ന വിവാദം എന്ന് പറയുന്നത് ആർഭാട കല്യാണം, സ്ത്രീധനം വാങ്ങിയിട്ടുള്ള കല്യാണം തുടങ്ങിയ കാര്യങ്ങളാണ് ആൾക്കാർ റീലായിട്ടും കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആർഭാട കല്യാണം എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർഭാട കല്യാണമോ ചെറിയ കല്യാണമോ എന്തും തന്നെ വേണമെങ്കിൽ കഴിക്കാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ആണ്. പക്ഷേ സ്ത്രീധനം എന്ന് പറയുമ്പോൾ അതിൽ ഞാനും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളതിൽ പറയുന്നുണ്ട് ഞാൻ ₹1 പോലും സ്ത്രീധനം ചോദിച്ചിട്ട് വാങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നുള്ളത് നമ്മുടെ വെരി പ്രൈവറ്റ് സ്പേസിൽ ഉള്ള നമ്മുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതെന്താണോ അതാണ് നമ്മളുടെ പൊളിറ്റിക്സ് എന്നുള്ളതാണ്. അപ്പോൾ കാദർ കരിപ്പൊടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു സ്വകാര്യതയാണ് നിങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയം എന്താണോ അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. അപ്പോൾ സ്ത്രീധനം ₹1 പോലും ചോദിച്ചിട്ടില്ല, വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഒരുപാട് ഗോൾഡ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ പറയുന്നുണ്ട് അത് അവർ ഇട്ട് കൊടുത്തതാണ്, എനിക്കത് വേണ്ട എന്ന് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പൊളിറ്റിക്സ് നിങ്ങളുടെ സ്വകാര്യമായ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം എത്തുമ്പോൾ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പൊതുവെ ഒരു അഭിപ്രായം. ചോദ്യം നല്ല ചോദ്യമാണ്, കാരണം കുറച്ചും കൂടി വ്യക്തതയോടുകൂടി ചോദിച്ചു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, അതിനൊരു വ്യക്തത കുറവുണ്ടായിരുന്നു, അത് സ്ത്രീധനം ലേബിളിലേക്ക് പോയി. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഇപ്പോൾ എന്താണ് ഈ സ്വകാര്യത എന്ന് പറയുന്നത് എൻ്റെ മാത്രമല്ല, അവളുടെയും കൂടി ഒരു സ്വകാര്യതയുണ്ട്. ആ സ്വകാര്യതയിൽ അവളുടെയും കൂടി താല്പര്യങ്ങളുണ്ട്, എൻ്റെയും കൂടി താല്പര്യങ്ങളല്ല. നമുക്ക് സ്വർണ്ണം ഇഷ്ടമല്ലായിരിക്കും, പേഴ്സണലി എനിക്കിഷ്ടമല്ല. ഞാൻ എന്തു വന്നു കഴിഞ്ഞാലും സ്വർണ്ണത്തോട് അത്ര വലിയ താല്പര്യപ്പെടാൻ എൻ്റെ എല്ലാ സർക്കിളിനും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവൾക്ക് സ്വർണ്ണം ഇഷ്ടമാണ്, അത് അവളുടെ സ്വകാര്യതയാണ്, അവളുടെ താല്പര്യമാണ്. അതിനൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ത്രീധനത്തിലേക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഒന്നുകൂടി വ്യക്തത വരുത്താം. അതായത് ഇവരുടെ ഉപ്പ എന്നെ വിളിച്ചിട്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഒരു പക്ഷേ ആളുടെ ഇഷ്ടമായിരിക്കാം സ്വർണം ഇടണം എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ അന്ന് പറഞ്ഞൊരു എക്സ്പ്ലനേഷനിൽ പറഞ്ഞ പോലെ അത് അവരുടെ ഇഷ്ടത്തോടു കൂടി നിങ്ങൾ പറയുന്ന സ്വർണം ഞാൻ സ്ത്രീധനം വാങ്ങുന്നില്ല, പക്ഷെ അവരുടെ ഇഷ്ടത്തിന് സ്വർണം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണ് പറഞ്ഞല്ലേ? അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അല്ലാണ്ട് അതെന്റെ ഭാര്യക്കും കൂടി സ്വർണ്ണം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇട്ടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അതിന് കുറച്ചും കൂടി വ്യക്തത ഉണ്ടാവുമായിരുന്നു. അതായത് ഞാൻ ചോദ്യത്തിലെ വ്യക്തതയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പം ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നോ ആണ്, പക്ഷേ പുള്ളിക്കാരിക്ക് അതൊക്കെ ഇട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. സ്വർണം ഒരു മോശം കാര്യമൊന്നുമല്ല. സ്വർണം വാങ്ങുന്നതും നമ്മളത് ഉപയോഗിക്കുന്ന രീതികളിലും വരുന്ന മാറ്റങ്ങളിലാണ് അതിൽ അഭിപ്രായ ഭിന്നതകളുണ്ടാകും. സ്വർണ്ണം തെറ്റൊന്നും അല്ലല്ലോ, സ്വർണ്ണം ഉപയോഗിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. സ്വർണ്ണം ഉപയോഗിക്കാം, സ്വർണ്ണം ചെയ്യാം, എനിക്കതിനോട് താല്പര്യമില്ല. പക്ഷെ ആ വ്യക്തിക്ക് അതിൽ താല്പര്യം ഉണ്ടാകുമ്പോൾ ഞാൻ ആ താല്പര്യത്തിലേക്ക് കൈകടത്തുന്നത് അയാളുടെ സ്വകാര്യതയിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നതിന് തുല്യമാണ്. അപ്പോൾ ഒരാളുടെ സ്വകാര്യത എന്ന് പറയുന്നത് എത്രത്തോളം ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞു തരേണ്ടതില്ല. നമ്മൾ ഇന്ന് സ്വകാര്യത ഇല്ലാതിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. അതിന് അത്രേ ഉള്ളൂ ഉത്തരം. അയാൾക്ക് താല്പര്യമുണ്ട്, അയാൾ ധരിച്ചു. എനിക്ക് താല്പര്യമില്ല, ഞാൻ അതിനോട് അനുകമ്പയില്ല, എനിക്കതിനോട് അനുകമ്പയില്ല. പിന്നെ ഇനി അയാൾ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്വർണം ധരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാനൊരു സജഷൻ ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് സ്വർണം ഇടാതെ വരാൻ പറ്റുമോ? അല്ല, ആ വ്യക്തി അയാൾ പറഞ്ഞു എനിക്ക് സ്വർണം ഇടുന്നതിൽ താല്പര്യമുണ്ട്, അതൊരിക്കലും തെറ്റല്ല, വൈഫിന് താല്പര്യമുണ്ട്, ഇട്ടോട്ടെ. നിങ്ങളാണ് കുറച്ചും കൂടി വ്യക്തതയോട് കൂടിയ കാര്യം ചോദിച്ചത്, എൻ്റെ ആൻസർ വ്യക്തതയില്ലേ? തീർച്ചയായും. നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒരു ജേർണലിസം ഡിഗ്രിയോ
അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോഴ്സും ചെയ്യാണ്ടാണ് ഖാദർ കരിപ്പൊടി എന്ന വ്യക്തി പബ്ലിക് കേരള പോലത്തെ ഏകദേശം 1.5 അല്ല 50 and സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത്രയും സബ്സ്ക്രൈബേഴ്സിൽ അങ്ങനത്തെ ഒരു ചാനലിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളത് ഇപ്പോൾ ഒരു മുഖ്യധാര മാധ്യമ പ്രവർത്തന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒരു ജേർണലിസം ഡിഗ്രി പോലും ഇല്ലാണ്ട് ഇത്രയും ഒരു ഓഡിയൻസിനെ മുൻനിർത്തി സംസാരിക്കുക, അങ്ങനെയുള്ള ഒരു ജേർണി അത് എത്രത്തോളമായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കാം. 10ാം ക്ലാസ്സും കുസ്തിയുള്ളവൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരു 1.5 മില്യൺ ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്ന അത്ര വലിയ പണിയുള്ള കാര്യം തോന്നുന്നു. പിന്നെ ആളുകളെ ഇപ്പോൾ ചില അമ്മമാർ, ഇപ്പോൾ ചില നമുക്ക് പ്രായം 80 വയസ്സുള്ള അമ്മമാർ, 70 വയസ്സുള്ള അമ്മമാർ കുറേ കാണികളെ സൃഷ്ടിക്കുകയാണ്. അവർക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അവർ നെഗറ്റീവ് ആംഗിളിൽ പോകുന്നുമില്ല, പോസിറ്റീവായിട്ട് തന്നെ ആളുകളെ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആൾക്ക് തോന്നുകയാണ് ഞാനും അത് പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് എന്ന് തോന്നുന്നിടത്താണ് എൻ്റെ ഓരോ വാക്കുകൾക്കോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവും. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല, ഖാദർ പറയുന്ന കാര്യങ്ങൾക്ക് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ട്രെൻഡിങ് ആവും. ഇപ്പം നെഗറ്റീവ് ആംഗിളിലുള്ള ആൾക്കാരും പോവും. പക്ഷേ അതിന് കിട്ടുന്ന ഒരു റെസ്പോണ്ടും നേരെ മറിച്ച് ഒരാൾ പറയാൻ ആഗ്രഹിച്ച കാര്യം മറ്റൊരാൾ പറയുമ്പോൾ കിട്ടുന്ന റെസ്പോണ്ട് തമ്മിൽ ഡിഫറൻറ്റ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും പറയാൻ ആഗ്രഹിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതെനിക്ക് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പലരും പറയാൻ മടിച്ച കാര്യങ്ങൾ, ആഗ്രഹിച്ചതല്ല മടിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്, എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു വഴിയുണ്ട്, ആ വഴികളിൽ എൻ്റേതായിട്ടുള്ളൊരു ശരിയുണ്ട്. ആ ശരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനൊരു പോയിന്റിലേക്ക് എത്തുന്നുണ്ട്, ആ പോയിന്റിൽ എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, റിസൾട്ട് കിട്ടാതിരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വഴി, ഞാൻ ഏതൊരു വഴിയിലാണോ ഉള്ളത് ആ വഴിയിൽ ശരിയുണ്ട്, ആ ശരിയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ആ പോയിന്റ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോയിന്റ്, ഞാൻ എത്തണമെന്ന് ആഗ്രഹിച്ച പോയിന്റിലേക്കാണ് ജനങ്ങളും എത്തുന്നുള്ളതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാലോ ചില സമയങ്ങളിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, 100% സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവോ പോസിറ്റീവോ എന്നതിനൊക്കെ അപ്പുറത്ത് ഞാൻ കാണുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയണം. അതിൽ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് അവർക്ക് വിടേണ്ട കാര്യമാണ്. അല്ല, എനിക്കിപ്പോൾ പറയേണ്ട കാര്യങ്ങൾ അത് ഞാൻ ഒരു ഒഫൻസീവായിട്ടുള്ള കാര്യം പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാതെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ചിലപ്പോൾ 2 പേര് ഒരിടത്ത് മത്സരിക്കുന്നുണ്ടാകാം, അതിൽ ഒരാൾക്ക് ഭയങ്കര പിന്തുണ ഉണ്ടാകാം, എന്നാൽ മറ്റേ ആൾക്ക് അത്ര പിന്തുണ ഉണ്ടാകില്ല. അവിടെ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ ഈ പിന്തുണയുള്ള വ്യക്തി ആയിരിക്കില്ല, മറിച്ച് പിന്തുണ ഇല്ലാത്ത ആളായിരിക്കാം. അതിൻ്റെ പേരിൽ 100% ഉറപ്പാണ് എന്താണ്, അയാൾക്ക് പോസിറ്റീവായി നിൽക്കുന്നുണ്ട്, അപ്പോൾ അയാളെ അനുകൂലിക്കാതെ പറയുമ്പോൾ നെഗറ്റീവ് വരും. അവിടെ ഒഫൻസീവ് ഇല്ല, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ചില ആൾക്കാർ പറയാതിരിക്കും, അയ്യോ നമ്മൾ അയാളെ പിന്തുണച്ചതിൻ്റെ പേരിൽ ഇനി നമുക്കൊരു റിമാർക്ക് വരും. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് എനിക്കില്ല. അതെൻ്റെ ഈ അടുത്ത കാലത്ത് പല കേസുകൾ നോക്കിയാലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, നിൻ്റെ ഫ്രണ്ട്സ് അല്ലേ, നിൻ്റെ കൂട്ടുകാരല്ലേ? കൂട്ടുകാരാണെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അയാളെ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയിൽ അയാളെ പുറത്താക്കേണ്ട ഒരു സാഹചര്യം വരെ കൈക്കൊണ്ട ഒരാളാണ്. അയാളുടെ കൂടെ നിൽക്കണമെന്ന് തോന്നിയപ്പോൾ നിന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാകാം. പിന്നെ ഈ 1.5 മില്യൺ എന്ന് പറയുന്നത് അത്ര വലിയൊരു സബ്സ്ക്രൈബേഴ്സ് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാസർഗോഡ് നിന്നുള്ള ഒരു പ്രതിനിധി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നിൽക്കുമ്പോൾ 1.5 എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു സബ്സ്ക്രൈബേഴ്സ് ആണ്. നമ്മൾ അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. കാസർഗോഡ് നിന്നുള്ള ഒരാൾ ആ ഒരു അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് നല്ല അഭിമാനമുണ്ട്. കാരണം എനിക്കങ്ങനെ ഒരു കാസർഗോഡിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു തെറ്റായ ധാരണ, ഇപ്പോൾ ഞാൻ കിക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്ന സമയത്താണെങ്കിൽ പോലും ആൾക്കാർ കാസർഗോഡ് നിന്നുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നത് എന്താണ്, ഇയാൾ എങ്ങനെ വന്നു. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു പൊതുവെ കാസർഗോഡ് കലാകായിക രംഗത്തായിക്കോട്ടെ, മറ്റ് സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസ എല്ലാ രംഗങ്ങളിലും കാസർഗോഡ് കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ്. നമ്മൾ കാസർഗോഡുകാരായത് കൊണ്ടാണ് ഇത്രയും ഇതായിട്ട് നമ്മൾ പറയുന്നത്. കാരണം നമുക്ക് അതിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പല രീതിയിലും പല ഇതിലും ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. 100%. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്നൊക്കെ പറയുന്നത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കാസർഗോഡ് നിന്നിട്ട് കാസർഗോഡ് ഒരാളെന്ന് പറഞ്ഞ് എക്സാജറേറ്റ് ചെയ്യാനുള്ള കാരണം അതും കൂടിയാണ്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് കുറേ മാറ്റങ്ങളുണ്ടെന്നുള്ളതാണ്. ഇന്നിപ്പോൾ സ്ത്രീകളാണെങ്കിലും കുറച്ചും കൂടി ഡെവലപ്പായിട്ട്, ഞാൻ പറയുന്നത് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടണമെന്നോ
മതപരമായിട്ടുള്ള ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകണമെന്നുള്ളതൊന്നുമല്ല. മറിച്ച് അവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം. അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന, സ്ത്രീകൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അത് ഇന്ന് കാസർഗോഡിൽ ഉണ്ട്. അത് വലിയൊരു മാറ്റമാണ്. ഇപ്പോൾ ഒരാൾ മതം അനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ അനുസരിച്ചിട്ടുള്ള ജീവിതങ്ങളിലൂടെ അയാൾ കടന്നു പോകുന്നു. അപ്പോൾ പോലും അവർക്കുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. ഇപ്പം ഞാൻ മതം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മതം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. മതം അനുസരിച്ച് ജീവിക്കുന്നു എന്നതിൻ്റെ പേരിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അയാളുടെ സ്വാതന്ത്ര്യം, അയാൾക്ക് പറയാനുള്ളത്, അയാൾക്ക് ലഭിക്കാനുള്ളത്, അയാൾക്കുള്ള റൈറ്റ്സ് അയാൾക്ക് എപ്പോഴും കിട്ടണം. അത് ഏത് ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്നിട്ടാണെങ്കിലും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം, മതത്തിൻ്റെ ചട്ടക്കൂട് എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും എനിക്ക് ശരിയാണ്. കാരണം ഒരാൾക്കൊരാഗ്രഹമുണ്ട്, അത് ഞാൻ വിശേഷിപ്പിച്ചത് തെറ്റായിപ്പോയി. കാരണം മതമാണെങ്കിൽ പോലും ഒരാളുടെ സ്വകാര്യതയാണ് അല്ലേ. അപ്പോൾ അയാളുടെ സ്വാതന്ത്ര്യം കാണുന്നുണ്ട്. അപ്പോൾ ഒരാൾ മതം അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് അയാൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ മതം അനുസരിച്ച് ജീവിക്കുന്നു എന്നതിൻ്റെ പേരിൽ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നത് തെറ്റാണ്. മനസ്സിലായോ? മതം തിരഞ്ഞെടുക്കുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള നിഷിദ്ധാത്മകമായിട്ടുള്ള നടപടിയൊന്നുമല്ല. അയാൾക്ക് അത് തിരഞ്ഞെടുക്കാതിരിക്കാം. പക്ഷെ അത് തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ ഇങ്ങനെ നീ പോകാൻ പാടുള്ളൂ എന്ന് അയാളോട് നിർബന്ധിച്ചിട്ട് പറയുന്നുണ്ട്. അത് സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കാസർഗോഡിൻ്റെ ഒരു ഓർത്തഡോക്സ് ചിന്താഗതി, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഒരു പിന്നോക്കാവസ്ഥ കാസർഗോഡിൻ്റെ വിദ്യാഭ്യാസ രംഗങ്ങളിലോ മറ്റ് കലാകായിക രംഗത്തെയും ബാധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഓർത്തഡോക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് എനിക്ക് അങ്ങനെ യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ മതപരമായിട്ടുള്ള മതരാഷ്ട്രങ്ങളിലെ പല മതരാഷ്ട്രങ്ങളിൽ, ഇപ്പോൾ മുസ്ലിങ്ങളുടെ തന്നെ പല മതരാഷ്ട്രങ്ങളിലും വികസനങ്ങളില്ലേ, അവിടെയുള്ള അത്ര വികസനം ലോകത്ത് വേറെ പല രാജ്യങ്ങളിലില്ല. അപ്പം മതം എവിടെയും പ്രശ്നമല്ല. മതത്തിന്റെ ഇതിലാണ് ചോദിച്ചത്. പൊതുവെ ഇപ്പൊ സദാചാരം പറയുകയാണെങ്കിൽ തന്നെയും എനിക്ക് നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. കാസർഗോഡാണ് പൊതുവെ കമ്പാരിറ്റീവ്ലി കേരളത്തിലെ മറ്റ് 13 ജില്ലകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് സദാചാരം തുടങ്ങിയ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാസർഗോഡാണെന്നുള്ളത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യലുണ്ട് പലപ്പോഴും. അപ്പൊ അത് കാസർഗോഡിന്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം ഈ സദാചാരങ്ങൾക്കൊക്കെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു ഫാക്ടർ ഡ്രഗാണ്. ഈ ഡ്രഗിനെ എത്രമാത്രം ആൾക്കാർക്ക് എതിർക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വെള്ളം അടിച്ച് നിൽക്കുന്ന കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഈ പരിപാടി ചെയ്തുകൊണ്ടുണ്ട്. അവർക്ക് ഭയമില്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. കാരണം അതെന്തുകൊണ്ടാണ് ഭയമില്ലാത്തത്? ഒരു ജനപ്രതിനിധിയെ ഇവരൊക്കെ ഭയക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ജനപ്രതിനിധിയെ കാണുമ്പോൾ പേടിക്കണം ഇവർ, ഇത്തരക്കാരെ പേടിക്കണം, നമ്മളല്ല. നമ്മുടെ ഒരു ഇതാണ്. അപ്പം അങ്ങനെ ഒരു ബെൽറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോണ്ട് ഇല്ലാതെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്. പറയേണ്ടത് പറയാൻ പറ്റണം. കാരണം ഇവന്മാരിപ്പോൾ പലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ഏതെങ്കിലും 2 ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവരെ ദ്രോഹിക്കുക, അവരെ ഉപദ്രവിക്കുക, അവരെ വാഹനം അടിച്ച് തകർക്കുക, ഇങ്ങനെയുള്ള വെറുതെ കാര്യത്തിൽ എന്തിനാ ബാക്കിയുള്ളവരുടെ അവരവരുടെ സ്പേസിൽ അവർ ജീവിച്ചു പോയിക്കോട്ടെ. നിന്റെ പെങ്ങളോ മറ്റാരെങ്കിലും ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇടപെടാം. അതിനും പരിമിതി ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇടപെടാൻ, നിങ്ങൾക്ക് ചോദിക്കാൻ, നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. അവരേതെങ്കിലും വഴിക്ക് പോകുന്ന പോട്ടെ. ആ വഴിക്ക് പോയിട്ട് ഇടപെടുമ്പോൾ ഇവർ പെടുകയാണ്. എന്താ, ഇവരൊരു ക്രൈമിൻ്റെ ഭാഗമാണ്. നോൺ വയലബിൾ ഒഫൻസിൽ ഇവർ പ്രതികരിക്കപ്പെടുകയാണ്. നിങ്ങളൊരു ലോ വിദ്യാർത്ഥിനിയല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ മാറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറ്റേണ്ടതാണ്. മാറല്ല. അപ്പോൾ കാലാവസ്ഥയ്ക്ക് ഇങ്ങനെ മാറി മാറി വരും. അതുപോലെയുള്ള നടക്കുന്ന പരിപാടികൾ നമ്മൾ മാറ്റണം. എങ്ങനെ മാറ്റണം? ചോദ്യം ചെയ്യേണ്ടതിന് ചോദ്യം ചോദിച്ച് തന്നെ നേരിടണം. എൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. എനിക്കൊരു കാര്യം അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനും എൻ്റെ വൈഫും മണാലി പോകുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടിയുടെ പിറകിൽ നിന്ന്, ഡൽഹിയിലാണ് നമ്മൾ വണ്ടിയുടെ പിറകിൽ നിന്ന് ഉത്തരേന്ത്യയിലെ കുറച്ച് ആളുകൾ, അവർ ഭയങ്കര ബഹളം. അപ്പോൾ എൻ്റെ വൈഫിനാണെങ്കിൽ തലവേദനയാണ്, അവൾക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇത് അല്ല, ബസ്സിൽ ഞങ്ങൾ മണാലിക്ക് ഞങ്ങളിവിടുന്ന് ഫ്ലൈറ്റ് പോയി അവിടുന്ന് ബസ്സിൽ പോയി. അപ്പോൾ ആടുന്ന് ഇത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊരു ടീമാണ്. ഒരു പരിധി കഴിയുമ്പോൾ എനിക്കത് ചോദ്യം ചെയ്യണം തോന്നി. ഞാൻ എണീറ്റ് ഞാൻ കുറച്ച് നല്ല രീതിയിൽ ചോദ്യം ചെയ്തു. അവർ നിശബ്ദരായി. ആ സംഭവം അവർ ഒഴിവാക്കി.
അപ്പോൾ ചോദ്യം ചെയ്യേണ്ടടുത്ത് ചോദ്യം ചെയ്യണം. അതിന് നാടോ വീടോ സ്ഥലമോ ആളുകളോ എന്നതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ദൃഢനിശ്ചയമാണ്. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നിന്നോളും എന്നൊരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ നമ്മളത് ചോദ്യം ചെയ്യണം. ഈ സദാചാരവാദികൾ നാടിന് ആപത്താണ്, അപകടകാരികളാണ് അവർ. ഒരു പൊതു അഭിപ്രായമുണ്ട് ഖാദർ കരിപ്പൊടി ഒരു കൈൻഡ് ഓഫ് സോ കോൾഡ് സദാചാരി എന്നുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ എന്താണ് പറയാനുള്ളത്? ആരാ പറഞ്ഞേ? എന്തുകൊണ്ട് അങ്ങനെ ചോദ്യം ചോദിക്കാൻ? അങ്ങനെ ഒരു പൊതു അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഖാദർ കരിപ്പൊടിയുടെ പോഡ്കാസ്റ്റാണ് എടുക്കുന്നതെന്ന് പറയുമ്പോൾ, അപ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഒരു സോ കോൾഡ് സദാചാരിയും കൂടിയാണ് ഖാദർ കരിപ്പൊടി. അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ മീഡിയക്ക് മുമ്പിൽ ഒരാൾ, മീഡിയക്ക് ബാക്കിൽ മറ്റൊരാൾ എന്നുള്ള ഒരു പൊതു അഭിപ്രായം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചോദ്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവല്ലോ. ആ റീസൺ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരം പറയാം. എങ്ങനെ, എന്ത് റീസൺ? അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരു സദാചാര പ്രവർത്തനത്തിന് അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറഞ്ഞ ആൾക്കാരുടെ പേര് വ്യക്തമായി എടുത്ത് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ അടുത്ത് ഒരു പക്ഷെ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും പറയാം. അല്ല, അതിൽ ഇപ്പോൾ ആക്ച്വലി എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളിപ്പോൾ ചെയ്തൊരു കാര്യമുണ്ടല്ലോ, അതും ഒരു പരിധിവരെ ഇതിൻ്റെയൊക്കെ ഭാഗത്ത് വരുന്നൊരു കാര്യമാണ്. നമുക്കൊരു കാര്യത്തിൽ വ്യക്തതയും കൃത്യതയും ഇല്ല. അല്ല, അത് അങ്ങനെയല്ല, ഞാൻ നിങ്ങളെയല്ല പറഞ്ഞത്. ഇപ്പം നിങ്ങളെ ചെയ്ത എൻ്റെ ഒരു വലയുടെ ഭാഗമായി നിങ്ങൾ കണക്ട്, ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല, അങ്ങനെ ഒരു വലയുടെ ഭാഗമായി വന്നല്ലോ. കാരണം നമുക്കൊരു കാര്യത്തിൽ വ്യക്തതയില്ല, കൃത്യതയില്ല, ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ അത് മറ്റൊരാളുടെ തോട്ടാണ്. ആ തോട്ട് ഇപ്പം അയാളുടെ പേര് പറയുന്നുണ്ടെങ്കിൽ അയാളും ഞാനും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ, അയാളെ ഞാൻ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്തടത്തോളം കാലം ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇപ്പം ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ ക്യാമറയ്ക്ക് പിന്നിൽ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 90% ക്യാമറയ്ക്ക് മുന്നിലുള്ള ആൾ തന്നെയാണ് ഞാൻ പുറത്തുള്ളത്. 10% എൻ്റെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പം ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാമിലി ഇവൻസിലോ ഏതെങ്കിലും എവിടെയെങ്കിലും ഞാൻ അത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല. പിന്നെ ഈ ചില ക്രൈം വരും, ക്രൈമിൽ ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാരുടെ സ്വകാര്യതയിൽ കയറേണ്ടി വരും. അത് വേറൊന്നും കൊണ്ടല്ല, മറ്റൊരാളുടെ സ്വകാര്യത നശിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം ആളുകളുടെ സ്വകാര്യതകളെ ഇല്ലാതാക്കാതിരിക്കാൻ അയാൾ ശ്രമം നടത്തുമ്പോൾ അയാളുടെ സ്വകാര്യത ചെയ്യേണ്ടി വരും. അത് സദാചാരമായിട്ട് ഞാൻ കാണുന്നില്ല. അല്ലാണ്ട് പിന്നെ ഞാൻ എപ്പോഴും എതിരാ ആയിരിക്കാം. അപ്പം സ്വകാര്യത എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു വലിയ വസ്തുതയാണ്. പക്ഷെ ഒരു ക്രിമിനലിന് സ്വകാര്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ അത് അങ്ങനെ ഇപ്പോൾ ഒരു പോലീസുകാരൻ ഒരു പ്രതി, ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പോലീസുകാരൻ സ്വമേധയാ പറയുന്നൊരു കാര്യമുണ്ട്. ഒരാൾ അറസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഒരു ക്രിമിനലിനെ അറസ്റ്റ് 2 കൊടുക്കണമെന്ന് നമുക്ക് തോന്നുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ സ്വന്തം മകളെ പീഡിപ്പിച്ചവനായിരിക്കാം, അവന് റൈറ്റുണ്ട് രാജ്യത്ത്, അവന് സ്റ്റേഷനിൽ വെച്ച് കുത്താൻ പറ്റില്ല, ഇടിക്കാൻ പറ്റില്ല. അപ്പോൾ പോലീസുകാർ പറയാറുണ്ട്, അവന് പോലും നമ്മൾ ചിരിച്ച് അല്ലെങ്കിൽ അവനെ പോലും ഒന്ന് തൊടാതിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് വളരെ ദയനീയമായിട്ട് തോന്നാറുണ്ടെന്ന് പറയാറുണ്ട്. അത് ചെയ്യുന്നത് തെറ്റാണെന്ന് അഭിപ്രായം എനിക്കില്ല. അവന് 2 കൊടുക്കണം എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ്. അതേപോലെയാണ് ഇതിനുള്ള ഡെഫിനിഷൻ. അപ്പം അങ്ങനെ പോകുമ്പോൾ ചിലത് പഠിക്കേണ്ടി വരും. ആ സ്വകാര്യതയിൽ അയാളുടെ ക്രൈം ഉണ്ടാവും, അയാളെ റിലേറ്റ് ചെയ്യുന്ന സാധനങ്ങളുണ്ടാവും. ഞാൻ ഇന്നേ വരെ എവിടെയും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അത്തരക്കാരുടെ കൂടെ നിൽക്കുകയും ചെയ്തൊരു സ്വഭാവമാണ് എനിക്കുള്ളത്. അതിൻ്റെ പേരിൽ എനിക്ക് കുറേ, അതാണ് ഞാൻ ഞെട്ടലോട് കൂടി കേട്ടത്, അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഖാദർ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അവരുടെ കൂടെ എന്തിനു നിന്നു എന്ന് ചോദിച്ച ഒരാളാണ് ഞാൻ. പിന്നെ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കുറേ, ഞാൻ മറ്റേ വെറൈറ്റി മീഡിയയുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തന്നെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് പാസ്പോർട്ട് ഇപ്പം കോടതിയിലാണ്, കുറേ കേസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതൊന്നും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരിടേണ്ടി വന്ന കേസുകളൊന്നുമല്ല. അപ്പോൾ ആക്ച്വലി എന്താണ് ഇത്രയും കേസസ് വരാനുള്ള കാരണം? അല്ല, ഇതില് പ്രധാനപ്പെട്ട അപ്പോൾ ഇതിലൊരു കാര്യം, ഒരു ചെറിയ തിരുത്ത്, അതായത് എനിക്ക് പാസ്പോർട്ട് കിട്ടിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. എനിക്ക് കോടതിയിൽ പോയിട്ട് വേണം പാസ്പോർട്ടിന് എടുക്കാൻ. അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ എനിക്ക് കേസുണ്ട്. ആദ്യത്തെ കേസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളേജ് വിദ്യാർത്ഥികളെ ഒരു നമ്മളെ കാസർഗോഡ് സ്ഥലത്തിന് പറയുന്നത് അവിടെയുള്ള ഒരു ടീം ബസ്സിൽ വെച്ച് ആക്രമിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഘത്തെ, ഞാൻ പഠിച്ചുകൊണ്ടുണ്ടായിരുന്ന സമയത്ത് ആ സംഘത്തെ ഈ ജൂനിയർ വിദ്യാർത്ഥികൾ വൈകുന്നേര സമയങ്ങൾ, അവർക്ക് ആഫ്റ്റർനൂണാണ് ക്ലാസ്, അപ്പോൾ അവരെ നിരന്തരം ഇത് ചെയ്യുന്നുണ്ട്.
അതിലൊരു മതം കലർന്ന സ്വരമൊക്കെ ഉണ്ട്. അപ്പം അയാൾ ഭയങ്കര ഒരു ആക്രമയാണ്. അപ്പം അയാൾ ആ ചെയ്യുന്നത് ശരിയല്ല, അയാൾ തിരുത്താൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ഒരു സംഘർഷം നടന്നു, അയാൾക്ക് 2 കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ആ കേസിൽ എന്തോ നമ്മുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണെന്ന് അറിയില്ല, കോടതി എന്നെ വെറുതെ വിട്ടു. കോടതി അതിൽ തന്നെ പറയും, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ പോസ്റ്റ് ഉണ്ട്, അതിൽ അഭിഭാഷകനോടൊപ്പം ഉള്ള പോസ്റ്റ് ഉണ്ട്, അതിൽ വെറുതെ വിട്ടു. അത് ചെയ്തതിൽ ഒരു കുറ്റബോധവും ഇല്ല എനിക്ക്, അത് ചെയ്യേണ്ടത് തന്നെയായിരുന്നു എന്ന് തോന്നിയിട്ട്. കുറേ കേസുണ്ട്. ഇപ്പോൾ കുറേ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് A153A എന്ന് പറയുന്ന ഒരു വകുപ്പ്, A എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പാണ്. അതൊരു റയർ കേസുകളിൽ മാത്രം വരുന്നൊരു വകുപ്പാണ്. ആ കേസിൽ എനിക്ക് വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കാസർഗോഡ് ഒരാൾക്കൂട്ട ആക്രമണം നടക്കുന്നു. നിങ്ങൾ പറഞ്ഞല്ലേ ഒരു ഞാൻ സദാചാരത്തിനെതിരെ നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ കേസ് വന്നത്. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 153 കേസ്. ചെമ്മനാട് സ്വദേശി അയാൾ ഈ പറയപ്പെടുന്ന നഴ്സിംഗ് കിംസ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വെച്ച് അയാൾ കൊല്ലപ്പെടുന്നു എന്നല്ല, അയാളെ ഒരു കൂട്ടം ആക്രമിക്കുന്നു. അയാൾ ചെയ്ത ഒഫൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു സ്ത്രീയെ ശല്യം ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അയാൾ ഒരു മനോരോഗിയാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഇത് കൈകാര്യം ചെയ്യുന്നത് ആരാ? പോലീസാണ്. പോലീസിനെ മുന്നിൽ നിർത്തിയിട്ട് ഒരു കൂട്ടം ആളുകൾ അയാളെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തായി? സദാചാരമായി. ആ സദാചാരം നടന്ന ആ സ്പോട്ടിൽ, ഓൺ ദ സ്പോട്ടിൽ പോയി ആ പ്ലേസിൽ നിന്നാണ് ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് ചെയ്യുന്നല്ല. എനിക്കത് ശരിയല്ല എന്ന് തോന്നി. ഞാൻ ആ സ്പോട്ടിൽ പോവുക, ഓൺ ദ സ്പോട്ടിൽ നിന്ന് വാർത്ത ചെയ്തു. ഇതിൽ പോലീസുകാർ ഇയാൾ അടിക്കുന്ന സമയത്ത് CCTV ഫുട്ടേജ് പുറത്തുവിട്ടു. പോലീസുകാർ നോക്കി നിൽക്കുക. ഈ CCTV ഫുട്ടേജ് പുറത്തു വന്നപ്പോൾ പോലീസിന് പ്രശ്നമായി. അതൊരു കഴിഞ്ഞ ഇലക്ഷൻ ടൈമിൻ്റെ സമയത്താണ്. എനിക്കിതിൽ 153 എന്ന് പറയുന്ന വളരെ ഗുരുതരമായൊരു വകുപ്പ് ചേർത്താണ്. എൻ്റെ ഓഫീസിൽ റെയ്ഡ് നടക്കുകയാണ്. ഒരു കൂട്ടം പോലീസുകാർ പെട്ടെന്നൊരു സുപ്രഭാത നിമിഷത്തിൽ ഓഫീസിലേക്ക് വരുന്നു. എൻ്റെ കമ്പ്യൂട്ടർ, എൻ്റെ സിസ്റ്റം, എൻ്റെ ഫോണ്, എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ 5-6 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവരെല്ലാം എടുത്തുകൊണ്ട് പോവാണ്. എന്തിൻ്റെ പേരിൽ എനിക്കത് കിട്ടിയത്? എനിക്ക് ആ ചെയ്ത വാർത്തക്ക് മോണിറ്റൈസേഷൻ ആഡ് ഓണല്ല, ഇപ്പോൾ ആണെങ്കിൽ കാണിച്ചുതരാം. എനിക്കതിൻ്റെ പരസ്യമാണല്ല, അതെൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ബോധ്യമാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തത്. അയാൾ ചിലപ്പോൾ തെറ്റുകാരനായിരിക്കാം, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അയാളെ വിചാരണ ചെയ്യാനുള്ള, അയാളെ അടിക്കാനുള്ള അവകാശം, റൈറ്റ്സ് നമുക്കില്ല. കാരണം എന്തില്ലെങ്കിൽ അയാൾ ആ തെറ്റ് ചെയ്തതിൽ പോലും ആൾക്കാർക്ക് സംശയമുണ്ട്, അതിലൊരു തീർപ്പില്ല, വ്യക്തതയില്ല. ഒരു വ്യക്തത ഉണ്ടെങ്കിൽ ഓക്കെ, അയാളിങ്ങനെ ചെയ്തു പോയി എന്ന് ഒരു വ്യക്തത അയാൾക്ക് ഫിക്സ് ആയിട്ട് തോന്നുകയാണ്, ഇതിൽ ക്ലിയർ കിട്ടി, അയാളത് ചെയ്തിട്ടുണ്ട് എന്നോ ഒന്ന് കൊടുക്കുന്നതിലൊന്നും എനിക്ക് ഇല്ല. ഒരു വ്യക്തതയില്ലാതെ അയാളുടെ മതം ചികഞ്ഞടക്കം അയാൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അത് എതിർക്കപ്പെടേണ്ട കാര്യം. ആ കേസ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ആ കേസുള്ളിടത്തോളം കാലം അതിലെനിക്ക് പാസ്പോർട്ട് എടുക്കുമ്പോൾ കുറേ പണിയുണ്ട്. അപ്പം അത് വന്നത് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റിനെതിരെ. അതാണ് ഞാൻ അത്രയും തുറന്നു ചോദിച്ചത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് മതം എന്നുള്ള വാക്കെടുത്ത് പറയുമ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. പൊതുവേ ഈ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സദാചാരം എന്നുള്ളൊരു ലേബൽ ഉള്ളത് പോലെ തന്നെ ഖാദർ കരിപ്പൊടി എന്ന വ്യക്തി കുറച്ചും കൂടി എന്താ പറയുക, ഇന്നൊരു മതത്തിന് അല്ലെങ്കിൽ ആസ് പെർ യുവർ റിലീജിയൻ ആ റിലീജിയൻ നിങ്ങളൊരു മുസ്ലിമാണ്, അപ്പോൾ മുസ്ലിംസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കൂടുതൽ വാർത്തകളും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലേബൽ മുസ്ലിംസിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് മറ്റ് വിഭാഗം ഓപ്പോസിറ്റ് നിൽക്കുന്ന വിഭാഗക്കാരെ കുറച്ചും കൂടി ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിലാണ് ഖാദർ കരിപ്പൊടിയുടെ മാധ്യമ പ്രവർത്തനം എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? എനിക്കങ്ങനെ പേഴ്സണലി നിങ്ങൾ അറിയില്ല. സോഷ്യൽ മീഡിയ ത്രൂ ആണെങ്കിലും ഞാൻ സ്ഥിരമായ പബ്ലിക് എയറിലായിരുന്നു നോക്കുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണെന്നോ പേഴ്സണലി എങ്ങനെയാണെന്നുള്ളത് കൂടുതലായിട്ട് പൊതുധാരണ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം തന്നെ പറയാണ്, ഞാനൊരു മുസ്ലിം ആയതിൽ ഞാൻ അഭിമാനിക്കാം. അതേപോലെ ഒരു ഹിന്ദുവിനെ അഭിമാനിക്കാം, ഒരു ക്രിസ്ത്യാനിക്ക് അഭിമാനിക്കാം. അതിനുള്ള റൈറ്റ്സ് ഇന്ത്യയിലാണ്. ഞാൻ ഒരു മുസ്ലിം മതവിശ്വാസി എന്നുള്ള രീതിയിൽ അഭിമാനിക്കുന്നെന്ന് തന്നെ പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പിന്നെ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക്, എന്തുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ ഇകഴ്ത്തുന്നു എന്നുള്ളൊരു ചോദ്യം ഒരിക്കലുമില്ല. എൻ്റെ ഏതെങ്കിലും ഒരു വാർത്തയിൽ ഈ രാജ്യത്തെ ഹിന്ദുവിനെതിരെ ഒരു വാക്ക് കാണിച്ചാൽ ഞാൻ ഇന്ന് ഈ നിമിഷം എൻ്റെ മാധ്യമ പ്രവർത്തനം നിർത്തും, അല്ലെങ്കിൽ എൻ്റെ പബ്ലിക് എയറിൽ ഞാൻ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകും. ഇന്ന് ഒരു വാക്ക് ഹിന്ദുവിനെതിരെ, ക്രിസ്ത്യാനിക്കെതിരെ ഒരു വാക്ക് എൻ്റെ ചാനലിൽ കാണിച്ചാൽ ഞാൻ വെല്ലുവിളിക്കല്ലേ. ഇതെല്ലാവരും കാണാൻ പോകുന്ന ഒരു ഷോ കൂടിയല്ലേ, ഉണ്ടാവില്ല. നേരെ മറിച്ച് RSSനെതിരെ ഉണ്ടാവാം, നേരെ മറിച്ചിട്ട് ക്രിസ്തീയ തീവ്ര ഗ്രൂപ്പായിട്ടുള്ള കാസക്കെതിരെ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും, കുറയില്ല.
ഡബിളായി കൂടും. ഒരു വാർത്ത ഒരു പോയിന്റ് പോലും ഇല്ല. പിന്നെ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക്, എന്തുകൊണ്ട് രാജ്യത്ത് ദളിതർക്ക്, എന്തുകൊണ്ട് രാജ്യത്ത് ഇരകളാക്കപ്പെടുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പോളിസി തന്നെ ഇരകളാക്കപ്പെടുന്ന ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അവർ ഇരകളാക്കപ്പെടുകയാണ്. അവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയാണ്. അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തടയുകയാണ്. അവരുടെ മതം പറഞ്ഞ് അവരെ വേട്ടയാടുകയാണ്. അവർ വാങ്ങിക്കൊണ്ടുവരുന്ന സഞ്ചിക്കകത്ത് എന്താണെന്ന് ചെയ്യുന്ന അവൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയാണ്. അവരുടെ എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുകയാണ്. ചോദ്യം ചെയ്യേണ്ടതുണ്ട്, സംസാരിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ആൾക്കാർ പറയും, ഇപ്പോൾ RSS അല്ലല്ലോ ഹിന്ദുക്കൾ. ആണോ? രാജ്യത്തെ ഹിന്ദു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി RSS അല്ല. ആണോ? അല്ല. രാജ്യത്തെ ഹിന്ദുക്കൾ കോൺഗ്രസിലില്ലേ? രാജ്യത്തെ ഹിന്ദുക്കൾ ആം ആദ്മി പാർട്ടിയിലില്ലേ? രാജ്യത്തെ ഹിന്ദുക്കൾ ഈ പറയപ്പെടുന്ന YSRCPയിലില്ലേ? അതുപോലെ തന്നെ എല്ലാ പാർട്ടിയിലും, സ്റ്റാലിൻ്റെ DMKയിലില്ലേ? AIDMKയിലില്ലേ? അവരെ പറയുമ്പോൾ മാത്രം പൊളിറ്റിക്കൽ വിമർശനം, രാഷ്ട്രീയ പരാമർശവും. ഇപ്പം ഖാദർ DMK വിമർശിച്ചു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ പരാമർശമാണ്. AIDMK പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പരാമർശമാണ്. RSSനെ പറയുമ്പോൾ അതെങ്ങനെ മതത്തിനെതിരാകുന്നു? നോ, ഒരിക്കലുമില്ല. അത് RSSനെതിരെ തന്നെയാണ്. അത് പറയുന്നത് ഞാൻ മതത്തിനെതിരെ കണ്ടോട്ടെ, നോ പ്രോബ്ലം. അതിൻ്റെ പേരിൽ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ കേസ് എടുത്തോട്ടെ, നോ പ്രോബ്ലം. ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ നിലപാടാണ്. എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. ഇപ്പോൾ പല കേസുകളിലും എന്നെ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മതം പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഈ 153 കേസിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാണ്, എന്നെ കോടതി വെറുതെ വിടും എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ന്യായാധിപൻ ചതിച്ചാലല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. 100% പറഞ്ഞാൽ ഞാൻ നിരപരാധിയാണ് അതിൽ. കാരണം നിൽക്കില്ല എന്നുള്ളതാണ് എനിക്ക് ജാമ്യം തരുമ്പോൾ ജഡ്ജി പറഞ്ഞത്. ഞാൻ ജാമ്യം എടുത്തത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ജാമ്യം എടുത്തത് എൻ്റെ വക്കീലിനെ വെച്ചിട്ട് മുൻകൂർ പോയി എടുത്തതല്ല. ഞാൻ കോടതിയിൽ സറണ്ടർ ചെയ്തിട്ട് എടുത്തതാണ്. ഞാൻ ഡയറക്റ്റ് പോയി എൻ്റെ വക്കീൽ ത്രൂ പോയി സറണ്ടർ ചെയ്ത് ജഡ്ജിനോട് കാര്യങ്ങൾ പറഞ്ഞ് ജഡ്ജിനെ ചേംബറിൽ വിളിക്കുകയും ഞാൻ ജഡ്ജിനോട് എൻ്റെ വീഡിയോ കാണണമെന്ന് ആവശ്യപ്പെടുകയും എൻ്റെ വീഡിയോ കണ്ടതിന് പിന്നാലെയാണ് എനിക്ക് ജാമ്യം തരുന്നത്. ആ പരാമർശം തന്നെ ജാമ്യം തരുമ്പോൾ അതിൽ പരാമർശം ഉണ്ടെങ്കിൽ നിൽക്കില്ല എന്നുള്ളൊരു പരാമർശമുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ കാസർഗോഡ് ഒരു പരിധിവരെ മാറിയിട്ടുണ്ട് എന്നൊക്കെ, ഒരു പരിധിവരെ അല്ല, ഒരു പരിധിയിലധികം മാറിയിട്ടുണ്ട് മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ സാധ്യതകൾ ഏറെ ഉണ്ടായിട്ടും ഇന്നും മുഖ്യധാരാ മാധ്യമ പ്രവർത്തനത്തിലേക്ക് കാസർഗോഡ് എത്തിയിട്ടില്ല അല്ലേ? മാധ്യമ പ്രവർത്തനത്തിലേക്ക് ഒരു ഇപ്പോൾ എന്താ പറയുക, പണ്ടത്തെ സായാഹ്ന മഞ്ഞപത്രങ്ങൾ പോലെയുള്ള ചെറിയ ചെറിയ ഓൺലൈൻ ചാനൽസ് അല്ലാണ്ട് ഒരു ഇത്രയധികം സാധ്യതകൾ ഉണ്ടായിട്ടും ഒരു മുഖ്യധാര മാധ്യമ പ്രവർത്തനത്തിലേക്ക് കാസർഗോഡ് എന്തുകൊണ്ടായിരിക്കും എത്താതിരിക്കുന്നത്? മെയിൻ സ്ട്രീം ചാനൽസിലെ ആളുകളോട് ചോദിക്കണം, ജനപ്രതിനിധികളോട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചോദിക്കണം, ഇരുത്തിയിട്ട് അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. കാരണം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷെ കാസർഗോഡ് എന്ന് പറയുമ്പോൾ ആർക്കാ താല്പര്യമുള്ളത്? ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഓക്കെ ആയിട്ടുണ്ട്, എന്തൊരു ഡ്രസ്സിങ് ടൈപ്പിൽ, അതുപോലെ തന്നെ കുറച്ച് വെയിൽ. ഇപ്പം എൻ്റെ കല്യാണത്തിന് ഒരുപാട് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നത് എന്നോടുള്ള സ്നേഹത്തിലാണ് പലരും വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഡിസ്റ്റൻസ് പ്രശ്നമാണ്. ഇതിൽ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു കർണാടകയുടെയും കേരളത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഭാഗമൊന്നുമല്ല, അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബോർഡറുകളിൽ എപ്പോഴും ഇതൊക്കെ സ്വാഭാവികമാണ്. ഇങ്ങനെ എല്ലാ ബോർഡറുകളും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും. ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്തിലുള്ള ബോർഡറുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അതൊരു മെയിൻ പ്രശ്നമായിട്ട് നമ്മൾ നിന്നു എന്നുള്ളതാണ്. നമ്മളിലേക്ക് എന്തും എത്തുന്നില്ല. കാരണം നമ്മൾ അങ്ങോട്ടേക്കായി ഒന്നും എത്തുന്നില്ല, ഒരു സംവിധാനം വരുന്നില്ല, ആർക്കും ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കണ്ണൂരിലുള്ള ഒരാൾ കാസർഗോഡ് വരേണ്ട ആവശ്യമില്ല. മറിച്ച് കോഴിക്കോടും കണ്ണൂരിലുള്ളവന് എറണാകുളം പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ ഡെവലപ്പ് ഓട്ടോമാറ്റിക് ഉണ്ടാവും. പരമാവധി ഇപ്പോൾ ഇത് മെഡിക്കൽ കോളേജ് വരാത്ത അതിൻ്റെ പേരിലൊന്നുമല്ല, അത് അനാസ്ഥയാണ്. ജനപ്രതിനിധികളുടെ അനാസ്ഥയാണ് മെഡിക്കൽ കോളേജ് ലേറ്റ് ആകുന്നതിൻ്റെ കാരണം. അതിന് പിന്നിൽ ലോബി ഉണ്ട്. 100% ശരിയാണ്. കാരണം ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മളെവിടെ കൊണ്ടുപോകും? മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. മെഡിക്കൽ കോളേജ് ഇല്ലെങ്കിൽ എവിടെ കൊണ്ടുപോകും? മാംഗ്ലൂർ കൊണ്ടുപോകും. അതിൽ തന്നെ ഉത്തരവുണ്ട്, എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരവുണ്ട്. ഇത് ആരാ ചോദ്യം ചെയ്യേണ്ടത്? ഖാദർ മാത്രം ചെയ്തിട്ട് കാര്യമില്ല.
ഈ ചോദ്യം ചോദിക്കുന്ന നിങ്ങളും ഇതിന് പിന്നിലുള്ള ക്യാമറ ചെയ്യുന്ന ടീമും ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ഒണ്ണം നൈറ്റിൻ്റെ ടീം എല്ലാവരും ഇത് ചോദ്യം ചെയ്യണം. അവരുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ നമ്മൾ സ്വയം ചോദിക്കണം, നിങ്ങളുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് എത്ര തവണ വാദിച്ചു? നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ നിന്ന് മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. പ്രൈവറ്റ് അക്കൗണ്ട് ആണ്, അപ്പോൾ ഞാൻ ഇട്ടത് കൊണ്ട് കാണാൻ പോകുന്നില്ല. എൻ്റെ ഫോളോവേഴ്സ് ലിമിറ്റഡ് ആയിട്ടുള്ള ഫോളോവേഴ്സ് അല്ല, ആരും കാണുന്നു എന്നുള്ളതല്ലല്ലോ. അല്ല, അതൊരു ഇമ്പാക്ട്. കാരണം ഒരു പോഡ്കാസ്റ്റിന്റെ ഒരു ആങ്കറായിട്ട് നിൽക്കുന്ന നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഖാദറിനോട് ചോദിച്ചതുപോലെ തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലേ? അപ്പൊ ഇനി അങ്ങോട്ട് ചെയ്യില്ലേ? അപ്പോൾ ഈ കാലത്തിനിടയിൽ ഒരുപാട് ന്യൂസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇതുവരെ ചെയ്ത ന്യൂസിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ന്യൂസ് ശരി അത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയൊരു ന്യൂസ്, ഇത്രയും കാലത്തിനിടയിൽ ചെയ്തൊരു ന്യൂസിൽ വെച്ചിട്ട് ശരി അത് മോശമായിപ്പോയി, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു ന്യൂസ് ഉണ്ടോ? ഒന്നുമില്ല എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ചെയ്തു പോയൊരു ന്യൂസിലും ഒരു റിഗ്രറ്റ് ഒന്നുമില്ല. അതുപോലെ ചെയ്യാതിരുന്നിട്ട് പക്ഷെ ഞാനത് ചെയ്യേണ്ടിയിരുന്ന ന്യൂസ് ആയിരുന്നു, എനിക്ക് ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പല വാർത്തകളിലും എൻ്റെ പ്രസൻസ് ഇല്ലാതിരുന്ന ഞാൻ ജയിലിലായിരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ജയിലിലായിരുന്ന സമയത്ത് നമുക്ക് ആകെ കിട്ടുന്നത് പത്രമാണ്. അപ്പോൾ ഈ പത്രം വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ പത്രം വന്ന് കിട്ടുമ്പോൾ ഈ പത്രത്തിൽ കാണുന്ന അപ്ഡേറ്റ്, ഇന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിലോ, ഇന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഈ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ജയിലിലായിരുന്ന സമയത്ത്. അത് അങ്ങനെ തോന്നി. ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളല്ലല്ലോ. ഞാൻ എൻ്റേത് വളരെ ചെറിയ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. ഞാൻ ചെയ്യാൻ പറ്റത്ത് നടന്ന ഏതെങ്കിലും സംഭവം പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് സങ്കടം തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു വലിയ ന്യൂസ് അങ്ങനെ എടുത്തു പറയേണ്ടത് എനിക്ക് ഓർമ്മയിലില്ല, എന്നാൽ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ആക്ഷേപമുള്ളത് ഇപ്പോൾ പലസ്തീൻ ജനത അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വലിയ വിഷയം. അവരാക്രമിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, കുഞ്ഞുങ്ങളെ അടക്കം കൊന്നുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീകളെ, ഗർഭിണികളെ, മനുഷ്യന്മാരെയൊക്കെ. അതായത് നമ്മൾ ഈ പബ്ജി കളിക്കില്ലേ, അതുപോലെയാണ് അവർ കൊന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്, പക്ഷെ ആ പറഞ്ഞത് എത്തേണ്ടിടത്തേക്ക് എത്തുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ അതെനിക്ക് ഉണ്ടാവാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞൊരു കാര്യം ഞാനത് പറഞ്ഞു എന്നുള്ളതിൽ സമാധാനമാവാതെ അത് റിസൾട്ട് ഉണ്ടാവാതെ പോയിട്ടുണ്ട്. അങ്ങനെ ആ ചോദ്യം ഇപ്പം ഞാനൊരു വാർത്ത ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ കാണുന്നത് കേവലം ഒരു 10% റിസൾട്ട് ഉണ്ടായ കാര്യങ്ങൾ മാത്രമാണ്. 90% റിസൾട്ട് ഉണ്ടാവുന്നില്ല. ഈ റിസൾട്ട് ഉണ്ടാവുന്നത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പം ഒരു കാര്യം പറഞ്ഞത് UAE രാജകുമാരി ഷെയ്ഖ് ഹിന്ദ് ബിന്ത് ഫൈസൽ അൽ ഖാസിമി അവരെൻ്റെ ഒരു വാർത്ത ട്വീറ്റ് ചെയ്തു. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിട്ടുണ്ട്. കാരണം അവർ ട്വീറ്റ് ചെയ്തതിൻ്റെ പേരിലല്ല, ആ സാധനം ആരാണ് ഇവരിലേക്ക് കൊടുത്തത്, അവരെങ്ങനെയാണ് എൻ്റെ മലയാള ഭാഷ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രയത്നം നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആരോ തയ്യാറായിട്ടുണ്ട്. അവർ 2 പ്രാവശ്യം എൻ്റെ വാർത്ത ട്വീറ്റ് ചെയ്തു. അതെന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ യൂട്യൂബിലെ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ വഴി അവർ കേട്ടതാണോ, അതിലെനിക്ക് ഭയങ്കര സമാധാനം. ആ വ്യക്തി ഷെയർ ചെയ്ത് ഞാൻ അവരുമായിട്ട് ഒരു മെസ്സേജ് പോലും അവർക്ക് അയച്ചിട്ടില്ല. എന്ത് ചെറുതാണെങ്കിൽ പോലും ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പാൻ എനിക്ക് മിസ്സായി. ഞാൻ അതുപോലും സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ സ്വകാര്യതയാണ്. എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നില്ല അങ്ങനെ ലൈഫിൽ ഞാൻ കേസുകൾ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കേസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ക്രിമിനലാണെന്ന് പല ആൾക്കാർ പറയലുണ്ട്. ഒരാൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുത്തന്നെ ഇതിനിടയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായത് ഇയാൾക്ക് ഇത്ര കേസുകളുണ്ട്. കാസർഗോഡ് CI അബ്ദുറഹീമിൻ്റെ കോളർ പിടിച്ച് കാസർഗോഡ് നഗരമധ്യത്തിൽ അയാളുടെ മുഖത്തേക്കടിച്ച ആളാണ് ഇയാൾ എന്നാണ് പറഞ്ഞത്. ഇതേ അബ്ദുറഹിമാൻ എന്നെ കുറിച്ചിട്ടൊരു സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റഹീം. അയാളത് തിരുത്തി പറഞ്ഞു. അയാൾ വേറൊരു ചാനലിൽ വെച്ചിട്ട് അത് ഞങ്ങൾക്ക് അന്ന് ഞാൻ അയാളല്ലായിരുന്നു ഉദ്ദേശിച്ചത്, അയാൾ തിരുത്തി പറഞ്ഞു. ഈ തിരുത്തി പറഞ്ഞ വീഡിയോ ഓടുന്നില്ല, മറ്റേതാണ് കിടന്നത്. അയാൾ തിരുത്തി പറഞ്ഞു. അയാൾക്ക് ഇപ്പം എനിക്കെതിരെടുത്ത കേസ് അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം അയാൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമാണ്. അയാൾക്ക് ആ കേസിലുള്ളതേ പറയാൻ പറ്റൂ. പക്ഷെ അയാളിപ്പോൾ തിരുത്തി പറയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ നിരപരാധിയാണെന്നാണ് അർത്ഥം. ആ വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനത് കണ്ടിങ്ങനെ ചിന്തിച്ചു, ഇതുകൊണ്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അയാളുടെ നല്ല മനസ്സ്, അയാളത് പറയാൻ തയ്യാറായല്ലോ, ഗുഡ്. ഞാൻ അയാളെ അഭിനന്ദിക്കുന്നു. വൈകിയാണെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. ഇപ്പം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് CA എന്നുള്ള ബില്ല് പാസ്സായി.
അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, വാർത്തകൾ, ചർച്ചകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ CAA എന്ന വിഷയത്തോട് അനുബന്ധിച്ച് പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 5 വർഷങ്ങൾക്ക് മുമ്പ് ജയിലിൽ വരെ കിടന്ന ആളാണ് എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് CAA കുറിച്ച് അല്ലെങ്കിൽ അതിനോട് ഉള്ളൊരു ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു പ്രതികരണം? ഏതെങ്കിലും CAA പോലത്തെ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് CAA വളരെ അപകടകരമായിട്ടുള്ളൊരു നിയമമാണ്. ഈ 5 വർഷം മുമ്പ് ഞാൻ ജയിലിൽ പോയി എന്ന് പറഞ്ഞതല്ലേ, CAA സമരകാലത്ത് കള്ളക്കേസിൽ കൂടിയാണ് എന്നെ ഉള്ളിലിട്ട്. ഇപ്പോൾ ഈ 11 ദിവസം എൻ്റെ സങ്കടം എന്നെ കള്ളക്കേസിൽ കൂടിയതല്ലായിരുന്നു. 11 ദിവസവും എനിക്ക് പ്രസംഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ എങ്ങനെയാണ് പ്രസംഗിച്ചോണ്ട് അണങ്കൂറിൽ പ്രസംഗിച്ച് നായന്മാറമൂല പോയി ഇങ്ങനെയായിരുന്നു ഞാൻ പ്രസംഗിച്ചുകൊണ്ടായത്. ഈ സമയത്ത് ചിലപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോ ഞാൻ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാകാം, ഇയാളിങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരൊരു കള്ളക്കേസ് ഉണ്ടാക്കി. റഹീം പിന്നെ ഞാൻ തല്ലി എന്ന് പറയുന്ന സമയത്ത് അന്ന് മെയിൻ സ്ട്രീം ചാനൽസിൻ്റെ വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ബാക്കിലാണ്. എനിക്ക് എവിഡൻസ് ആയി കോടതി സബ്മിറ്റ് ചെയ്യാം, പക്ഷെ പ്രാഥമിക FIR നമ്മൾ പ്രതിയാക്കപ്പെടും. അതിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കോടതി പോയി തെളിയിക്കണം. ഇന്ത്യൻ നീതി ന്യായ വ്യവസ്ഥയാണ്. 5 കൊല്ലം കഴിഞ്ഞ് എനിക്ക് നീതി കിട്ടിയോ? എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് അതിൻ്റെ ഓഫീസർ അടക്കം പറയുന്നത് എനിക്ക് നീതി കിട്ടിയില്ല. CAA വലിയൊരു അപകടകരമായിട്ടുള്ള നിയമമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ആദ്യഘട്ടത്തിൽ അതിങ്ങനെയാണ്, അത് മുസ്ലിങ്ങളെ ബാധിക്കില്ല എന്നൊക്കെ പറയുന്നതാണ്. ഇവരാദ്യം CAA നടപ്പിലാക്കുന്ന സമയത്ത് ബംഗാളിലാണ്, ഇപ്പോൾ ബംഗാളി ഹിന്ദുസ് ഉണ്ട്, അറിയാലോ, ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പാല. അപ്പോൾ ആദ്യം ഇവർ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നിന്നുള്ള കുടിയേറിയ ആളുകളൊക്കെ പുറത്താക്കണമെന്നാണ്. അപ്പോൾ ഈ കുടിയേറിയ ആളുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലുള്ളത് ബംഗാളി ഹിന്ദു സമൂഹമാണ്. അപ്പോൾ ഇവരുടെ പ്രൊപ്പഗണ്ട വർക്കൗട്ട് ആവില്ല, അവരെ പുറത്താക്കിയാൽ നടക്കുമോ? അപ്പോൾ ഈ പ്രൊപ്പഗണ്ടയിലേക്ക് എങ്ങനെ വിഷം കയറ്റാം? കുടിയേറിയവരിൽ മുസ്ലിങ്ങളുണ്ട്, അപ്പോൾ മുസ്ലിങ്ങളെ മാത്രം പുറത്താക്കാം. എങ്ങനെയാണ് പ്ലാനറ്റ് എന്നറിയോ? പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രം പോരത്തും. ഇപ്പോൾ പാകിസ്ഥാനിലെ അഹമ്മദിയ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമല്ലേ? ശ്രീലങ്കയിലെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമല്ലേ? എല്ലായിടത്തും ന്യൂനപക്ഷങ്ങളുണ്ട്. മ്യാൻമാറിലെ റോഹിംഗ്യൻ ജനത ന്യൂനപക്ഷമല്ലേ? അപ്പം ന്യൂനപക്ഷങ്ങൾക്ക് അവർ ന്യായീകരണം പറഞ്ഞതാ, പിന്നെ അവർ പെട്ടു. അപ്പോൾ പറയാം അവർക്ക് കൊടുക്കേണ്ടതില്ല, അവരൊഴിവാക്കാം. നമ്മൾ ഭൂരിപക്ഷ പ്രതിനിധീകരിക്കുന്ന രാജ്യം ഹിന്ദു ആണല്ലോ, അപ്പം അവർക്ക് കൊടുക്കാം. ഇപ്പം ക്രിസ്ത്യാനികളുടെ വോട്ടിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിന് കൂടി കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ എന്തിന് ലോജിക്കാണ്? ഈ നിയമത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഭീകരന്മാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചിന്താഗതി, മനോഭാവം, എത്ര മനുഷ്യന്മാരാണെന്നുള്ള ബോധമില്ലാത്ത ആൾക്കാരാണ്. ഇവർക്കെതിരെ സംസാരിക്കാൻ പലരും മടിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മടിക്കുന്നത്? എൻ്റെ കുടുംബം, എൻ്റെ ഫാമിലി, സ്വാർത്ഥന്മാർ എന്നാണ് ഞാൻ അവർ വിശേഷിപ്പിക്കുന്നത്. പ്രതികരിച്ചേ മതിയാകേണ്ട വിഷയമാണ് CAA. ഞാൻ ഇനിയും സമരത്തിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും. അതിനെതിരെ ഇനിയും സംസാരിക്കും. എനിക്ക് ഉറപ്പാണ് കേസ് ഉണ്ടാവും, 100% കേസ് ഉണ്ടാവും. ജയിലിൽ കിടക്കേണ്ടി വരും, ചിലപ്പോൾ 6 മാസം കിടക്കേണ്ടി വരും, ചിലപ്പോൾ 1 കൊല്ലം കിടക്കേണ്ടി വരും, ചിലപ്പോൾ 2 കൊല്ലം കിടക്കേണ്ടി വരും. ഒരു പ്രശ്നമില്ല, നമുക്കതിലൊരു കാര്യമില്ല. കാരണം എനിക്ക് തോന്നുന്നത് രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ ഞാനാണ്. ഫസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട മാധ്യമപ്രവർത്തകൻ ഞാൻ. ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്, എനിക്ക് വേണ്ടി ആരും സംസാരിക്കാറുണ്ട്. ഇന്നെല്ലാവരും എനിക്ക് വേണ്ടി വരുന്നു. ഇന്ന് എനിക്ക് പല ആൾക്കാരുണ്ട്, പല സംഘടനകളുണ്ട്. ഞാൻ 5 വർഷം മുമ്പ് എന്തായിരുന്നു എൻ്റെ നിലപാട്, ആ നിലപാടിൽ നിന്ന് മാറാനോ വ്യതിചലിക്കാനോ ഞാൻ തയ്യാറല്ല. പൗരത്വത്തിനെതിരെ കുറച്ച് ബുദ്ധിയും വിവരമുള്ള എല്ലാ ജനങ്ങളും നിൽക്കും. ഹിന്ദുക്കൾ നിൽക്കുന്നില്ലേ? സമരമുഖങ്ങളിലൊക്കെ നിങ്ങൾ നോക്ക്, ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു വലിയ നിരയുണ്ട്. എന്തുകൊണ്ട് അവർ നിൽക്കുന്നത്? അവർക്ക് ബോധ്യമുണ്ട്, നാളെ അവരായിരിക്കും, ദളിതരായിരിക്കും. ഇന്ന് മുസ്ലിങ്ങളാണെങ്കിൽ നാളെ ക്രിസ്ത്യാനികൾ, അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ, അത് കഴിഞ്ഞ് ദളിതർ. ഒരു സംശയമില്ല, വിചാരധാരയിൽ അവർ പറയുന്നതൊക്കെ അതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയൻ്റെ ഇമ്പാക്റ്റ് ഒരു പരിധിവരെ പൊതുജനങ്ങളുടെ സമയത്തെയാണ് കൊല്ലുന്നുള്ളത്, അല്ലേ? അതിപ്പോൾ ഒരുപക്ഷെ ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയുമായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റേഴ്സ് പറയുമായിരിക്കും, ഞങ്ങൾ നിങ്ങളെടുത്ത് നിർബന്ധിച്ചിട്ട് നോക്കണമെന്ന് പറയുന്നില്ല, വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതെനിക്ക് തോന്നുന്നു അതൊരു തരം ഒരു ജസ്റ്റിഫിക്കേഷൻ മാത്രമാണ്. ഒബ്വിയസ്ലി അവർ വീഡിയോ ഇടും, പൊതുജനങ്ങളത് നോക്കും, അതിലൂടെ പൊതുജനങ്ങളുടെ സമയം ഒരു പരിധി വരെ
അതിനെ കൊല്ലുന്നതിന് വലിയൊരു ഇമ്പാക്റ്റ് ഇവർക്കുണ്ട്. ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനായിക്കോട്ടെ, ഇൻഫ്ലുവൻസേഴ്സിനായിക്കോട്ടെ. അതെനിക്ക് തോന്നുന്നു വളരെ നല്ല കോണ്ടന്റ്സ് ആണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണെങ്കിൽ ഓക്കെ. അതല്ലാണ്ട് ഒരു പരിധി വരെ ഇപ്പം ചെയ്യുന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു നേരം പോക്കാണ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ഇതെന്ന് പറയുന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു പ്രതികരണം എന്താണ്? ഇൻഫ്ലുവൻസർമാരിൽ ഇൻഫോർമേഷൻ തരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ വളരെ മോശമായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. ഇതിൻ്റെയൊക്കെ മിഡിൽ ലെവലിൽ വരുന്ന എൻ്റർടൈൻമെൻറ്റ് ടീംസ് ഉണ്ട്. 3 ടൈപ്പ് ഉണ്ട്. നെഗറ്റീവ് ആംഗിളിൽ പോകുന്ന ആൾക്കാർ. അപ്പോൾ നമ്മളത് പഴയ കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ മഞ്ഞ പത്രങ്ങൾ, മഞ്ഞ ബുക്സ്, ഫയർ, മുത്തുച്ചിപ്പി പോലെയുള്ള പുസ്തകങ്ങൾ, ഇതൊക്കെ അന്നും വായിച്ചുകൊണ്ടുണ്ടായിരുന്നു ആൾക്കാർ. അല്ലേ, ഉണ്ടായിരുന്നു. കാലം മാറുമ്പോൾ അതൊരു വീഡിയോ വേർഷനായി മാറിയതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള സാധനങ്ങൾ, നോവൽസ്, കഥ, ബാലരമ, ബാലഭൂമി എന്നൊക്കെ പറയുന്ന ഒരു വേർഷൻ മാറിയിട്ട് കുറച്ചും കൂടി മനോരമയുടെ ഒക്കെ നോവലൊക്കെ വന്നുകൊണ്ട് അതിൻ്റെ ഒരു വേറെ വേർഷനാണ് എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്. അവരതിൽ സമയം ചെലവഴിക്കുന്നു, കുറച്ചും കൂടി കൂടുതലായി പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ പണ്ട് നിങ്ങൾക്ക് അറിയുന്നില്ല, നമ്മൾ കുറേ ബാലഭൂമിയും നോവലും അതും ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ വായിക്കില്ലേ, അതേപോലെ പോകുന്നു. പിന്നെ കുറേ ഇൻഫോർമേഷൻ തരുന്ന ഒരുപാടുണ്ട്. അപ്പം ഇതിന് നമ്മൾ ആ ലെവലിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇൻഫ്ലുവൻസർമാർ സ്വാധീനിക്കുന്നുണ്ട്. ഈ നെഗറ്റീവ് ചിന്തയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളെ കുട്ടികളെ, നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും. ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ ഈ പെണ്ണ് നോക്കുന്ന സമയത്തുണ്ടല്ലോ, പ്രപ്പോസൽസ്, ചെക്കന്മാർക്ക് പെണ്ണ് നോക്കുന്ന സമയത്ത് ഇവർ ഡിമാൻഡ് ചെയ്യുന്ന, ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് ദുബായിലോ കാനഡയിലോ UK സെറ്റിൽഡ് ആയിട്ടുള്ള ചെക്കന്മാർ തന്നെ വേണം. നാട്ടിലുള്ള ചെക്കന്മാർക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥയാണ്. അതിൻ്റെ കാരണം ഒരു പരിധിവരെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഈ ഇൻസ്റ്റഗ്രാം കണ്ടിട്ട് ഈ സോ കോൾഡ് ഇൻസ്പയറിങ് കപ്പിൾസ് ഈ ഒരു ഇൻസ്റ്റഗ്രാമബിൾ ലൈഫിന് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കണം, പുറത്തെവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യണം, അവരായിട്ട് റീൽ എടുക്കണം ഹസ്ബൻഡുമായിട്ട്, അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ രീതിയിലേക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടില്ലേ? 100%. പിന്നെ നമ്മളെ നാട്ടിലെ കുറേ ആണുങ്ങൾക്ക് പിന്നെ പെണ്ണ് കിട്ടാത്തതിൻ്റെ കാരണം നമ്മളെ പീഡയുടെ തിട്ടയിലുള്ള കുറേ വയസ്സായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു കഥയിലെ നായകനും നായകന്മാരെല്ലായിട്ട് ഇവർ മാറുന്നു എന്നുള്ളത്, നായികയും നായകന്മാരെല്ലായിട്ട് ഇവർ മാറുന്നു. അതായത് ഈ ചായ കുടിക്കുന്ന സമയത്തുണ്ടാകുന്നു. പക്ഷെ കുറേ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പരദൂഷണ കമ്പനി ടീംസ് ഉണ്ട്, അവരൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള നല്ലവരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ അവസ്ഥ. അല്ല, പണ്ടൊക്കെ ഞാൻ വിചാരിക്കുന്നു, പണ്ടൊക്കെ നമ്മള് പൊതുവെ പ്രവാസികൾക്ക് കല്യാണം കഴിച്ച് കൊടുക്കൂല, അങ്ങനെയാണ്. ദുബായിലുള്ള ചെക്കനാണോ എന്നുള്ള ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ലൈക്ക് മുമ്പത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. എല്ലാവരും അങ്ങനെയൊന്നല്ല, ഒരു പരിധി വരെ അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ നേരെ മറിച്ച് ദുബായിലുള്ള ചെക്കനും UK ചെക്കനും ഒക്കെയാണ് കുറച്ചും കൂടി ഒരു ഡിമാൻഡ്. കാരണം ഈ പറഞ്ഞ പോലെ അവര് ഡിമാൻഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ ഡിമാൻഡ് അങ്ങനെയാണ്. കാരണം അവർക്ക് വേണ്ടത് ആ ഒരു ഇൻസ്റ്റാഗ്രാമബിൾ ലൈഫാണ്. അല്ല, എനിക്ക് ഈ ഒരു കൺസെപ്റ്റിനോട് എതിരഭിപ്രായമുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇവർ പറയട്ടെ കമൻറ്റ് ബോക്സിൽ. 90% പെൺകുട്ടികൾക്കും അവരുടെ ഹസ്ബൻഡ് അവരുടെ കൂടെ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് വിദേശത്താണോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ആണോ എന്നുള്ളതിനൊക്കെ അപ്പുറം ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ചില കേസുകളൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി, അവരുടെ കൂടെ വേണം, അവർക്ക് സജഷൻ കൊടുക്കാനും ഡിസ്കഷൻ നടത്താനും അവരുടെ കൂടെ വേണം, അവരിൽ നിന്ന് വിട്ടു നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറയുന്നത് അത് റിയൽ ലൈഫ് അല്ല എന്നവർ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. അവിടെ തീരുന്നതേ ഉള്ളൂ. റിയൽ അല്ല റിയൽ ലൈഫ്, അതൊരു ഫാക്റ്റാണ്. കാരണം നമ്മൾ ഒരു സിനിമ നമ്മൾ കാണുന്നുണ്ടല്ലോ, സിനിമയാണോ ജീവിതം? സിനിമയിലെ ചിലതാണ് ജീവിതം, എല്ലാമല്ല. അതേപോലെ റിയലിലെ ചിലതാണ് ജീവിതം, എല്ലാമല്ല. കാരണം ഇതൊരു ക്യാമറക്ക് മുന്നിൽ വെച്ച് നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ വഴക്കുണ്ടാവും, അത് റിയൽ ആയിട്ട് ആരെങ്കിലും കാണിച്ചു കൊടുക്കും? ഇല്ല. അതുണ്ടാകുമ്പോൾ എങ്ങനെയാ പറയുന്നത്? നമ്മൾ ഇതായിരിക്കും ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ അതിന് സ്ഥാനത്ത് വേറെ എന്തെങ്കിലും അറിയുന്നുണ്ടാവും. നമ്മൾ അവിടെ വരുമ്പോൾ ഒരു സോഫ്റ്റ് ആക്കും അതിനെ ലൈറ്റ് വേർഷൻ കൊണ്ടുവരും. അങ്ങനല്ല, പോയി പണി നോക്കെന്ന് പറയും, പോയി പണി നോക്കും, ആ ലൈറ്റ് ആവും. ഇപ്പൊ റീലെല്ലാം ലൈറ്റ് വേർഷനാണ് കാണിക്കുന്നത്, ചെറിയ സാധനം മാത്രം, എൻ്റെ ഹാർഡ് കാണിക്കുന്നില്ല. അതുകൊണ്ട് അത് റിയൽ ലൈഫ് അല്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ തെറ്റായ ധാരണയാണ്. നിങ്ങൾ പാർട്ട്ണർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അയാൾ ദുബൈയിലാണോ കാനഡയിലാണോ എന്നുള്ളതൊന്നുമല്ല, അയാൾ ഈ ഭൂമി ലോകത്ത് തന്നെ ആദ്യം ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഡ്രഗിന് അഡിക്റ്റ് ആണോ അയാൾ എന്നാണ് നോക്കേണ്ടത്. കാരണം ഇന്ന് പല ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ ഒരാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആദ്യം ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന
ഓരോ പെൺകുട്ടിയും ഓരോ ആൾക്കാരും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും, പെൺകുട്ടികൾ ഇന്ന് ഡ്രഗിന് കുറവൊന്നുമല്ല, അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടിയെയോ ആൺകുട്ടിയോ അവർ ഡ്രഗിന് അഡിക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പലരും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഡ്രഗിന് അഡിക്റ്റ് ആണെന്ന് തിരിച്ചറിയുന്നത്. ആണും പെണ്ണൊന്നും ഇതിൽ വ്യത്യാസമില്ല, എല്ലാവരും ഇക്വലാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഈ അറേഞ്ച് മാരേജ് എന്നതിൻ്റെ പേരിലൊന്നും എന്ത് ചെയ്യണ്ട, കൊണ്ടുപോയിട്ട് മക്കളെ കൊണ്ടുപോയിട്ട് കുഴിയിലിടരുത്. വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വ്യക്തമായി അറിയണം. ഇപ്പം എന്നെ അന്വേഷിക്കാൻ ഒരു പട വന്നിരുന്നു എറണാകുളത്ത്, വലിയൊരു പട, സത്യം. അപ്പോൾ അവർ വന്നതിന് തെറ്റൊന്നുമില്ല, അവരന്വേഷിക്കട്ടെ. ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, എന്നെ അന്വേഷിച്ചിട്ട് പോയതിനു ശേഷം എൻ്റെ ഓളുപ്പ പറഞ്ഞു പോലും ചെക്കൻ നല്ല ചെക്കനാന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ആരിത് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. കാരണം ഇതെങ്ങനെ ഇങ്ങനെ പറയുന്നത്? ഞാൻ 100% നമ്മളെ ചങ്ങായിമാരുണ്ട്, ഇജു, അതുപോലെ തന്നെ അച്ചപ്പു, സുയില്, തച്ചി എന്നല്ല പറഞ്ഞ് ഞങ്ങളുടെ ചങ്ങായിമാരോട് അങ്ങ് ഡിസ്കഷൻ ആക്കുന്നുണ്ട്. ഞാൻ അവരോട് പോയി പക്ഷെ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അത്ഭുതത്തോടെ കേട്ട്. ഇതിപ്പോൾ ഓളെല്ലാം കേൾക്കുന്ന ഒരു സാധനം. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമുണ്ട്, ഇത് എന്തുകൊണ്ട് എന്നെ കുറിച്ച് ഇത്ര നല്ലത് പറഞ്ഞു. ഭയങ്കര അതിൽ സന്തോഷമായി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. പൊതുവെ പല കേസുകളിലും ഇടപെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ഇപ്പുറം വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഡിവോഴ്സസ് അല്ലെങ്കിൽ ഡിവോഴ്സ് എന്നുള്ള കാര്യം നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു പ്രതികരണം എന്താണ്? ഒരു പരിധി വരെ ഡിവോഴ്സ് കുറഞ്ഞു എന്ന് പറയാം പണ്ടത്തെ പോലെ, പക്ഷെ ഒരു അതായത് കുറച്ചും കൂടി ആൾക്കാർ പാർട്ട്ണറിനെ മനസ്സിലാക്കാനും പാർട്ട്ണറുടെ ഒരു ഇതനുസരിച്ച് പോകുന്നുണ്ടെന്നും പറയാം. പക്ഷെ അതുപോലെ തന്നെ അതേ പെർസെൻറ്റേജ് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് കൊണ്ടോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെയല്ല എൻ്റെ ലൈഫ് ഇവരുടെ പോലെ അല്ല എന്ന് വിചാരിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഡിവോഴ്സ് എന്നുള്ള സ്റ്റെപ്സിലേക്ക് കാലെടുത്ത് വെക്കുന്നവരുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഞാൻ കല്യാണം കഴിച്ചപ്പോഴാണ്, പക്ഷെ എനിക്ക് ഈ കുടുംബജീവിതത്തെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാം. കാരണം ഞാനൊരു കുടുംബനാഥനും കൂടിയാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ വീടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കിയിരുന്ന ഒരാളാണെന്ന് വിശ്വസിക്കുന്നു, പരിപൂർണമായിട്ടല്ലെങ്കിലും. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ കേസുകൾ വരും. ചില കേസുകൾ, ഇപ്പോൾ കാസർഗോഡ് ഒരു കേസ്, പെൺകുട്ടി കല്യാണം കഴിഞ്ഞത് 19 വയസ്സിലാണ്. അയാൾക്ക് പ്രായം 26 28, എനിക്ക് ഓർമ്മയില്ല, കിട്ടുന്നില്ല, എന്തായാലും ആ ഒരു റേഞ്ചിലുള്ള പ്രായം 19 28, ഏകദേശം 8-9 വയസ്സിൻ്റെ ഡിഫറൻറ്റ് വരുന്നത്, 26 ആണെങ്കിൽ 27 ആണെങ്കിലും. അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ ഇവർക്കിടയിൽ പ്രശ്നം ഉടലെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇയാൾ വേറെ സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുന്നു എന്നുള്ളതാണ് ഭാര്യയുടെ ആരോപണം. അപ്പം അങ്ങനെ ഇത് പുകഞ്ഞ് ഇതൊരു കുറേ ടൈമായി. ഒരു 3-4 മാസം കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് എത്താണ്. കുറേ ആളുടെ അടുത്ത് പോയിട്ട് അവസാനം ഈ പെൺകുട്ടിയാണ് എൻ്റെ അടുത്ത് വരുന്നത്. പൊതുവെ പെൺകുട്ടികളാണ് എൻ്റെ അടുത്ത് വരാറുള്ളത്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഇവളുടെ ഭാഗം ശരിയല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പം നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളൊരു കാര്യം പറഞ്ഞത് വ്യക്തതയും കൃത്യതയും ഇല്ലാത്തൊരു സോഴ്സിൽ നിന്നാണ് നിങ്ങൾ പറഞ്ഞതല്ല, അയാൾ പറയുന്നത്. അതേപോലെ ഈ യുവതി പറയുന്നതിലൊന്നും ഒരു വ്യക്തതയില്ല. ഇവൾക്കെല്ലാം ഡൗട്ടാണ്, എല്ലാം ഡൗട്ടാണ്. അപ്പോൾ ഇവൾ പറഞ്ഞെങ്കിൽ ആദ്യം വന്ന് ഡിവോഴ്സ് പോകണം, ഞാൻ ഇങ്ങനെ ആക്കുന്നത്, ഞാൻ അങ്ങനെ പോകുന്നത്, എനിക്ക് നിയമപരമായി സായി. അപ്പോൾ എനിക്കിത് കേട്ട് തോന്നുന്നത് ഒരു ഡൗട്ട് പോലെയാണ് പറയുന്നത്. ഒന്നിനും ഒരു തെളിവില്ല. ഫോണിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിയോ ഇവരെങ്ങനെ ഒന്നുമില്ല. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അതിൽ ചോദിക്കുമ്പോൾ വ്യക്തതയില്ല അയാൾക്ക്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് അയാളെ വിളിക്കാം. ഞാൻ അയാളെ വിളിച്ചു. അയാൾ അന്ന് വന്നില്ല. ഏകദേശം ഒരു 12 ദിവസം, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അയാൾ വന്ന് അയാൾ എന്നെ കുറേ ടൈം ഓഫീസിൽ വെയിറ്റ് ചെയ്തു. ഞാൻ പുറത്തായിരുന്നു. അപ്പം ഞാൻ പിന്നെ വന്നിട്ട് അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊന്നും അല്ലാന്ന് എനിക്ക് തോന്നി. എന്നാൽ അത്തരത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവളുടെ ഒരു സംഭവം, ഇവളുടെ കൂട്ടുകാരികൾ 2 പേര് അങ്ങനെ ആയിട്ടുണ്ട്. ആ ഒരു ഡൗട്ട് ഇവൻ്റെ മേലിൽ വെച്ചിട്ട് ഇവന് പള്ളിയിലുണ്ടെങ്കിൽ പോലും ഡൗട്ടാണ്.
ഇപ്പോൾ ബാത്റൂമിലേക്ക് സ്വമേധ നമ്മൾ ഫോൺ കൊണ്ടുപോകില്ല, ഇത് കൊണ്ടുപോകുന്നത് വേറൊരു ആവശ്യത്തിനാണെന്നാണ് ഇവിടെ തെറ്റിദ്ധരിക്കുന്നത്. നമ്മളെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം, നല്ലതല്ല. പക്ഷെ നമ്മൾ ആ ബാത്റൂമിൽ ഇരുന്ന് യൂസ് ചെയ്യും, ഇയോളെ തിങ്ക് വേറെയാണ്. അപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ ഒരു 3 മാസത്തോളം സമയമായി. ഇപ്പോൾ അവർ ഹാപ്പിയായി ജീവിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിന് ഒരു കാരണം ഞാനാണ്, ഒരു കാരണം വേറെ പല സോഴ്സുമാണ്. ഞാൻ പറഞ്ഞത് നിന്റെ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഇവിടെ ഡിവോഴ്സ് എന്തല്ല ഫലപ്രദമായൊരു ചോയ്സ് അല്ല. എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ ഡിവോഴ്സ് ചോയ്സാണ്. അതായത് കല്യാണം കഴിക്കുന്ന സമയത്ത് ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണെന്ന് വ്യക്തമായില്ല, കല്യാണം കഴിച്ചതിന് ശേഷം ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. ഒരു കേസ് എൻ്റെ അടുത്ത് വന്ന്, അപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, എൻ്റെ അടുത്ത് കേസ് വരുന്നത് കൊണ്ട്. ഇവളെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നു. എത്രത്തോളം ഉപദ്രവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ സ്വകാര്യ ഭാഗത്തേക്ക് ബീർ ബോട്ടിൽ കുത്തിക്കയറ്റി എന്നുള്ളതാണ്. മനസ്സിലായി? അവിടെ എന്താ സൊല്യൂഷൻ? കാസർഗോഡ് നടന്ന സെൻസിയർ കേസാണ്, എല്ലായിടത്തും എത്തിയ കേസാണ്, നിങ്ങൾ കണ്ടിട്ടില്ല? ആ കേസിൽ എന്താ സൊല്യൂഷൻ? ഡിവോഴ്സ് അനിവാര്യമായ ഘട്ടവും ഡിവോഴ്സ് പരിഹരിക്കപ്പെടേണ്ട ഘട്ടവും ഉണ്ട്. പിന്നെ ചിലയിടങ്ങളിൽ പെൺകുട്ടി ഡ്രഗ് ഉപയോഗിച്ച കേസ് കേട്ടിട്ടില്ലേ? കാസർഗോഡ് തന്നെ പെൺകുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ഭർത്താക്കന്മാരെ ചൂഷണം ചെയ്യുന്ന സ്ത്രീകളുണ്ട്, ഭർത്താക്കന്മാർക്ക് സ്വസ്ഥത കൊടുക്കാത്ത സ്ത്രീകളുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞ കാസർഗോഡ് ജില്ലയിൽ പുരുഷന്മാരുണ്ട്, പുറത്തുനിന്നുള്ള പുരുഷന്മാരുണ്ട്. ഭാര്യ വീട്ടിൽ കയറുമ്പോൾ ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നത്, മെന്റലി ടോർച്ചർ. ചിലപ്പോൾ അവൻ അല്ലാതെ ഇപ്പോൾ കമ്പാരിസൺ ചെയ്യാണ്. അവളെ കൊണ്ട് മലേഷ്യയിൽ പോയി, അയാൾ ഇവരെയും കൊണ്ട് ഇവിടെ പോയി, നിങ്ങളുടെ പോകുന്നു. ഈ പാവത്തിൻ്റെ 5 പൈസ ഉണ്ടാവില്ല. ഇത് പാവം ഏതെങ്കിലും ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പണിയെടുത്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസ മൊത്തം കുടുംബത്തിന് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഓനെ കമ്പാരിസൺ ചെയ്യുന്ന ആരോട്? ഹണിമൂണ് മലേഷ്യ പോകുന്നു. ഓനിക്ക് ഹണിമൂണ് പോകാൻ പറ്റുന്നത് ചിലപ്പോൾ വയനാടായിരിക്കാം, ചിലപ്പോൾ മംഗലാപുരമായിരിക്കാം. ഓൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് പെരുമാറണം. സ്ത്രീകളുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളുണ്ട്. നമ്മൾ പറയുമ്പോൾ സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പറയുന്നു എന്നുള്ളൂ. സ്ത്രീകൾ എത്ര ചൂഷണം ചെയ്യുന്ന എത്ര കുടുംബങ്ങളുണ്ട്. ഒന്ന് വൈകിക്കഴിഞ്ഞാൽ അവരോട് മിണ്ടാതെ കിടന്നുറങ്ങുക, 2 ദിവസം അതിൻ്റെ പേരിൽ പണക്കത്തിൽ നിൽക്കുക. ഇതൊക്കെ ഒരു പുരുഷന് മനസ്സും ഹൃദയമൊന്നും ഇല്ലേ? ഇവന് ബാധിക്കാൻ ആരും ഇല്ലാടെ. ഓൻ ഇരയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ 2 പേര് തമ്മിൽ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെട്ടു. നിങ്ങൾ ഇതൊക്കെ പബ്ലിക് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 2 പേര്, ഒരാണും പെണ്ണും തമ്മിൽ പരസ്പരം സമ്മതത്തോടു കൂടിയിട്ട് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുകയാണ്. ഒരു തവണയല്ല, വിവിധ തവണ. ഒരു തവണയാണെങ്കിൽ എന്തെങ്കിലും സ്വാധീനിച്ച് ഒരു ഇൻസിഡന്റ് മർദ്ദവിച്ച്, 2, 3, 4, 5 തവണയും ഒരു പെണ്ണിനോട് ഓളുടെ സമ്മതമില്ലാതെ സെക്സിൽ ഏർപ്പെടാൻ പറ്റുമോ? ഇല്ല. കേസ് 376 ആയിരിക്കാണ്, പുരുഷനാണ്. ഓന് ജാമ്യം കിട്ടാൻ 40 ദിവസം ജയിലിൽ കിടക്കണം. 40 ദിവസം ജയിലിൽ കിടക്കണമെന്ന് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ ഇര എന്നുള്ളതിലേക്ക് അത് അങ്ങനെ തന്നെ വേണം. എല്ലാ കേസും അല്ല കേട്ടോ, ഒരുപാട് കേസുകളുണ്ട്. അതിനുവേണ്ടി നമ്മൾ അവരോടൊപ്പം നിൽക്കണം. പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തില്ല, പെൺകുട്ടിയുടെ വീടറിയില്ല, പെൺകുട്ടിയുടെ അഡ്രസ്സ് ഇല്ല, യോന്റെ ഫോട്ടോ, യോന്റെ ചിത്രം, യോന്റെ കുടുംബത്തിന്റെ എല്ലാവരും ഇതിലുണ്ട്, ഇല്ലേ? എല്ലാവരും ഉണ്ട്. ഇതെല്ലാം പബ്ലിഷ് ചെയ്യപ്പെടുക. അപ്പോൾ യോനിക്കിടെ നീതിയൊന്നുമില്ല. നമ്മൾ സ്ത്രീകളോടൊപ്പം നിൽക്കണ്ടെന്നല്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് വരുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ, ആരാണെങ്കിലും ഭർത്താവിൻ്റെ കുടുംബത്തെയും കൂടി അവളുടെ കുടുംബമാണെന്ന് കാണാൻ തയ്യാറാണ്. അത്രയും അവിടെ തീർന്നു, എല്ലാം പോയിക്കോളും. അവൻ്റെ ഉമ്മാനെ പോലെ കണ്ടോട്ട്. ഖാദർ കരിപ്പൊടി എന്ന വ്യക്തി കാസർഗോഡിനെ പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്? എനിക്ക് അങ്ങനെ ഒരു ഭാഗത്തോടെ എനിക്ക് യോജിപ്പില്ല എന്നുള്ളതാണ്. ഞാൻ ഇന്ന ജില്ലയെയോ അല്ലെങ്കിൽ ഇന്ന സംസ്ഥാനത്തെയോ ഇന്ന പ്രദേശത്തെയോ പ്രതിനിധീകരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനുഷ്യന്മാരുടെ കൂടെയാണ്. അത് കോഴിക്കോട്ടുകാരനായി കഴിഞ്ഞാലും മലപ്പുറം. പക്ഷെ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. പല ആൾക്കാരും പറയും കാസർഗോഡ് അതാണ്. എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട്, ഞാനൊരു കാസർഗോട്ടുകാരനായി ജനിച്ചതിൽ എനിക്ക് ഒരുപാട് വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച്, വ്യത്യസ്ത സംഭവങ്ങളെക്കുറിച്ച് എനിക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു അഭിമാനമുണ്ട്. പക്ഷെ ആ അഭിമാനം കാസർഗോട്ടുകാരനായതിൻ്റെ പേരിൽ കാസർഗോഡിന് ഒരു അഭിമാനവും ഇല്ല. അതാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല, ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. ഞാൻ അത്ര വലിയൊരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എല്ലാ മനുഷ്യന്മാരെയും ആ മനുഷ്യന്മാരിൽ ഒരാൾ, ഇരകളാക്കപ്പെടുന്ന ആരുമില്ലാത്ത ആൾക്കാരിൽ ഒരാൾ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്.
അല്ലാണ്ട് ഏതെങ്കിലും ഒരു ജില്ലയെ പ്രതിനിധീകരിക്കുന്നത് പോലെ. പക്ഷെ ഞാൻ ഹാപ്പിയാണ് കാസർഗോട്ടുകാരൻ എന്നുള്ളതിൽ. കാസർഗോഡ് നടന്ന വലിയൊരു ഇവന്റ് ആയിരുന്നു വണ്ണം നൈറ്റ്. വണ്ണം നൈറ്റ് എന്ന പരിപാടിയുടെ ആ ഒരു വലിയ വിജയത്തിന് പിന്നിൽ കാദർ കരിപ്പൊടി എന്ന വ്യക്തിയുടെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് അങ്ങനെ പറയണം. കാരണം ആസ് എ വണ്ണം നൈറ്റ് മെമ്പർ, അതിൻ്റെ ആ ഒരു ടീമിൻ്റെ ഒരു കോർ മെമ്പർ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ ഒരു ഇമ്പാക്റ്റ്. അത്രയും ആ ഒരു ക്രൗഡിന് വലിയൊരു ക്രൗഡ് ഉണ്ടായിരുന്നു. അവിടെ പല പ്രശ്നങ്ങളും നടക്കേണ്ടിയിരുന്നതാണ്. അതിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ആ ഒരു പരിപാടിയെ സക്സസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് കാദർ കരിപ്പൊടി എന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പരിപാടിയെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ ഒരു ഇതെന്താണ്? ഒരു ഹ്യൂജ് സക്സസ്. കാസർഗോഡ് ഇങ്ങനത്തെ പരിപാടികൾ പൊതുവെ നടക്കാറില്ല, നടന്നിട്ടുള്ളത് തന്നെയും ഇത്രയും സക്സസ് ആയിട്ടില്ല. അപ്പോൾ ആസ് എ ടീം മെമ്പർ ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. അപ്പോൾ എന്താണ് വണ്ണം നൈറ്റിനെ കുറിച്ച് ഒരു പരിപാടിയെ കുറിച്ച് പറയാനുള്ളത്? അതിൽ എനിക്ക് പറയാനുള്ളത് ടീം വണ്ണം നൈറ്റ് ഞാനൊന്നുമല്ല. ഞാൻ ആ പരിപാടിയിൽ സ്റ്റേജ് വന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു എന്നതിനപ്പുറത്ത് വണ്ണം നൈറ്റിൻ്റെ ഒരു ടീമുണ്ട്. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ്. അത് എൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ള ലേബിളിൽ പറയല്ല. അവരെ കൊണ്ട് നാളുകളിൽ കാസർഗോഡിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കാസർഗോഡ് ഒരു വലിയ മാറ്റത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ ആ മാറ്റത്തിൻ്റെ ചുവടുവെപ്പുകളിൽ മായ്ക്കാൻ പറ്റാത്തൊരു മുദ്ര ആ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. മാർക്ക് മൈ വേർഡ്സ്. കാരണം അവർക്ക് കഴിവുള്ളവരാണ്, അവർ നല്ല പ്ലാനിങ് ഉള്ള ടീമാണ്, അവർക്ക് ഐഡിയാസ് ഉണ്ട്, അതവർ ഡെവലപ്പ് ചെയ്തെടുത്തു. അതിന് അവരെയാണ് അഭിനന്ദിക്കേണ്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ എന്നെ കുറേ ആളുകൾ അഭിനന്ദിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു, പോസ്റ്റും കാര്യങ്ങളൊക്കെ. ഒരിക്കലുമല്ല. ഞാൻ എല്ലായിടത്തും ഞാൻ അവിടെ ഒരു ഇതാവുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അതല്ല, അതിൻ്റെ ബാക്ക് ഒരു ടീമുണ്ട്, അവരാണ് അതിൻ്റെ യഥാർത്ഥ ടീം, ഞാനല്ല. ഞാൻ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ, സ്നേഹിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് എന്തും തരും, അതിനപ്പുറം വേറൊന്നുമില്ല. പക്ഷെ ആ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് അതിലേക്ക് ഫണ്ട് കണ്ടെത്തി ഉറക്കമൊഴിച്ച് കാസർഗോഡ് അങ്ങനെ ഒരു ഇവൻ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നോൺ പ്രോഫിറ്റബിളാണ്, ലാഭം ഇല്ലാത്ത പരിപാടി ചെയ്ത് കഷ്ടപ്പെട്ട് ഊണും ഉറക്കമില്ലാതെ ആ പരിപാടി സംഘടിപ്പിച്ച വണ്ണം നൈറ്റ് ടീമാണ് സ്റ്റാർസ്. അവരാണ് കിങ് മേക്കേഴ്സ്, ഞാനൊന്നുമല്ല. ആ ടീമിൻ്റെ ഭാഗമാകാൻ പറ്റിയത് ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ അതിൻ്റെ ഭാഗമാണല്ലോ, ഞാനും അഭിമാനിക്കുന്നു. ഇനിയും അവർ പരിപാടികൾ കൊണ്ടുവരട്ടെ, കൂടെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണ്ട, ഇത് ഫൈനൽ ചെയ്യണ്ട, ഞാൻ ചെയ്യാം. അപ്പം എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു സ്ത്രീകളെ പ്രതിനിധീകരിച്ച ഒരാൾ ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമായി വന്നു, നല്ല ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ്. എനിക്ക് ചോദ്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, വളരെ നല്ല രീതിയിൽ അതിന് മറുപടി തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറുപടി തന്നതിൽ കുറവുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ചോദ്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എന്തായാലും അതിലെനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെ വന്നതിൽ ഒരു കാസർഗോട്ടുകാരി ആയതിലും സന്തോഷമുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ താങ്ക് യു. ഈ പരിപാടിയിൽ എന്നെ വിളിച്ചതിൽ, എന്നോട് സംസാരിച്ചതിൽ, എന്നെ ഇൻ്റർവ്യൂ ചെയ്തതിലൊക്കെ സന്തോഷം. അപ്പം നിർത്താണ്. താങ്ക് യു സോ മച്ച്.